അപ്പോൾ ഫസ്റ്റ് നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടും. ആ ക്വസ്റ്റ്യൻ 3 പാർട്ടാണുള്ളത്. 3 പാർട്ടായിട്ട് നമ്മൾ ആ ക്വസ്റ്റ്യനെ ഡിവൈഡ് ചെയ്യും. അതിന് പറയുന്ന പേരാണ് ഇൻഗ്രീഡിയൻസ് ഓഫ് ദ ക്വസ്റ്റ്യൻ. ഇൻഗ്രീഡിയൻസ് ഓഫ് ദ ക്വസ്റ്റ്യൻ. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് ദ ഈവൻ്റ് ആണ്. ഈവൻ്റ്, പിന്നെ ഈവൻ ക്വയറി, പിന്നെ ഓപ്ഷൻ. അപ്പോൾ ഈവൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഈവൻ്റ് ഒരു സംഭവം അങ്ങനെയാണ്. ഈവൻ്റ് മീൻസ് ദ ഈവൻ്റ് ഈസ് എ ക്ലയൻറ്റ് ഓർ ക്ലിനിക്കൽ സിറ്റുവേഷൻ. ഈവൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു ക്ലയൻ്റ് ആകാം, ക്ലിനിക്കൽ സിറ്റുവേഷൻ ആകാം. ദ ഈവൻ്റ് പ്രൊവൈഡ്, ഇത് നിങ്ങൾക്ക് കാണാമല്ലോ അല്ലേ സ്ക്രീനിൽ? ലെറ്റർ ചെറുതാണോ? അല്ല, കാണാം, കുഴപ്പമില്ല. ഇച്ചിരി വലുതാക്കാം. ദ ഈവൻറ്റ് പ്രൊവൈഡ് ദ കോണ്ടന്റ് ദാറ്റ് നീഡ് ടു തിങ്ക് അബൌട്ട് വെൻ ആൻസറിങ് ദ ക്വസ്റ്റ്യൻ. അപ്പോൾ ഞാൻ ഈവൻറ്റിനെ കുറിച്ച് പറയാം. ഈവൻറ്റ് മീൻസ് ഒരു ക്ലയൻ്റ് ആകാം, ക്ലിനിക്കൽ സിറ്റുവേഷൻ ആകാം എന്ന് പറഞ്ഞു. അതിൻ്റെ എക്സാമ്പിളാണ് ക്ലയൻറ്റ്. ഇപ്പം നമുക്കൊരു ക്വസ്റ്റ്യൻ എന്ന് വെച്ച് പറയുകയാണ്, മിസ്റ്റർ എക്സ് ഈസ് അഡ്മിറ്റഡ് ഇൻ സർജിക്കൽ വാർഡ് വിത്ത് ദ കംപ്ലയിൻസ് ഓഫ് സോ ആൻഡ് സോ തിങ്സ് ആൻഡ് പേഷ്യൻറ്റ് ഈസ് എ നോൺ കേസ് ഓഫ് ഹൈപ്പർ ടെൻഷൻ ആൻഡ് ഡയബറ്റിക്സ് സിൻസ് ഹൗ മെനി ഇയേഴ്സ് ആൻഡ് പേഷ്യൻസ് ഓൺ മെഡിക്കേഷൻ ഫോർ ദാറ്റ്സ് പർട്ടിക്കുലർ ഡിസീസ്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ആ പേഷ്യൻറ്റിനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനെ കുറിച്ച് പറയുന്നതിനെയാണ് ഈവൻ്റ് എന്ന് പറയുന്നത്. ഈവൻ്റ് ഒരു ക്വസ്റ്റ്യൻ്റെ ഫസ്റ്റ് പോർഷനാണ്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ താഴേക്കാണ് ബാക്കി കാര്യങ്ങൾ പറയുന്നത്. അപ്പം നമ്മൾ ഈവൻ്റ് തന്നെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ ഒരു 5 പ്രാവശ്യമെങ്കിലും വായിക്കണം എന്നാണ്. അതിൽ ഓരോ മീൻസ് ഹൈഫൻ പോലും അല്ലെങ്കിൽ ഒരു ഫുൾ സ്റ്റോപ്പ് പോലും നമ്മളെ മീൻസ് റോങ് ആയിട്ടുള്ളൊരു ആൻസറിലേക്ക് ലീഡ് ചെയ്യാം. അപ്പം നമ്മൾ ഈവൻ്റ് മനസ്സിലാക്കുക. അത് ഈവൻ്റ് കഴിഞ്ഞുള്ളതാണ് ഈവൻ്റ് ക്വയറി. ഈവൻ്റ് ക്വയറി മീൻസ് സംതിങ് സ്പെസിഫിക് അബൌട്ട് ദ കണ്ടൻറ്റ്. അതായത് അപ്പം നമുക്ക് ഈ പേഷ്യൻറ്റിനെ കുറിച്ച് പറഞ്ഞു, ഇങ്ങനെ അഡ്മിറ്റ് ആണെന്നും പേഷ്യൻറ്റിന് ഒരുപാട് ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഉണ്ടെന്നും പേഷ്യൻറ്റ് മെഡിക്കേഷനൊക്കെ ഉണ്ടെന്നും എല്ലാം പറയും. ചിലപ്പോൾ ഒരു പാരഗ്രാഫുകൾ അവർ അതിനെക്കുറിച്ച് പറയും. പറഞ്ഞൊന്നും കഴിയുമ്പോൾ അതിനെക്കുറിച്ച് ഒന്നും ആയിരിക്കില്ല ചോദിക്കുന്നത്. ലാസ്റ്റ് അവർ ചോദിക്കും, ഈ പേഷ്യൻറ്റിന് മീൻസ് ഇപ്പോൾ കറണ്ട് സിറ്റുവേഷനിൽ നമ്മൾ ഒബ്സർവ് ചെയ്യേണ്ട കാര്യം എന്ത്. അപ്പോൾ ഈ ഈവൻറ്റിൽ നിന്ന് മുഴുവൻ വരണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ഈവൻ്റ് ക്വയറി എന്താണോ അവരുദ്ദേശിക്കുന്നത്, അതായത് പേഷ്യൻറ്റിൻ്റെ ഡയബറ്റിക് മെഡിസിൻ്റെ കോംപ്ലിക്കേഷൻ ആകാം, അല്ലെങ്കിൽ പേഷ്യൻറ്റിൻ്റെ എന്തെങ്കിലും, പക്ഷേ അതാണ് ഈവൻ്റ് ക്വയറി. അത് നമ്മൾ നന്നായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പം നമ്മളിന്ന് 2-3 ക്വസ്റ്റ്യൻസ് കൂടെ കാണും. അത് കഴിഞ്ഞ് പിന്നെ ഓരോ പ്രാവശ്യം നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോഴും ഈവൻ്റ് ക്വയറി ഒക്കെ വെച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടാണ് പഠിച്ചു പോകുന്നത്. അടുത്തത് ഓപ്ഷൻസ് ആണ്. ഓപ്ഷൻ നമുക്കറിയാം, നമുക്ക് ചിലപ്പോൾ എത്ര ഓപ്ഷൻസ് വേണേലും കാണും. അപ്പം ക്വസ്റ്റ്യൻ്റെ 3 പാർട്ട് മനസ്സിലായോ? ഈവൻ്റ് ക്വയറി, ഓപ്ഷൻ. ഇനി ഞാൻ ക്വസ്റ്റ്യൻ കാണിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും കേട്ടോ. അടുത്തതാണ് സ്ട്രാറ്റജിക് വേർഡ്. സ്ട്രാറ്റജിക് വേർഡ് എന്ന് പറഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ്റെ അകത്ത് ദ സ്ട്രാറ്റജിക് വേർഡ് ഫോക്കസ് ഓൺ എ ക്രിറ്റിക്കൽ പോയിന്റ് ടു കൺസിഡർ വെൻ ആൻസറിങ് ദ ഓപ്ഷൻ, ഐ മീൻസ് എ ക്വസ്റ്റ്യൻ. സ്ട്രാറ്റജിക് വേർഡ് എന്ന് പറഞ്ഞാൽ ക്രിറ്റിക്കൽ പോയിന്റ് ആണ്. ഈവൻ്റ് ക്വയറിയിൽ കാണുന്ന ക്രിറ്റിക്കൽ പോയിന്റ് അത് ഞാൻ പറയാം. അതായത് പ്രയോറിറ്റൈസേഷൻ ആകാം, അസസ് എന്നാകാം, വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻ്റ് എന്നാകാം, അങ്ങനെ. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. സ്ട്രാറ്റജിക് വേർഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ക്രിറ്റിക്കൽ പോയിന്റ് ആണ്. സ്ട്രാറ്റജിക് വേർഡ് ദാറ്റ് ഇൻഡിക്കേറ്റ് ദ നീഡ് ടു പ്രയോറിറ്റൈസ് ബെസ്റ്റ്. അപ്പോൾ സ്ട്രാറ്റജിക് വേർഡിന് എക്സാമ്പിളാണ് പറയുന്നത്. പ്രയോറിറ്റൈസ്, ബെസ്റ്റ്, എസെൻഷ്യൽ, ഇമ്മീഡിയറ്റ്, മോസ്റ്റ്, പ്രൈമറി, എക്സെട്ര. അതായത് വാട്ട് ഈസ് ദ പ്രയോറിറ്റൈസേഷൻ, അല്ലെങ്കിൽ വാട്ട് ഈസ് ദ ബെസ്റ്റ് തിങ് വി ഹാവ് ടു ഡു, വാട്ട് ഈസ് ദ എസെൻഷ്യൽ തിങ് വി ഹാവ് ടു അസസ്, വാട്ട് ഈസ് ദ ഇമ്മീഡിയറ്റ് ആക്ഷൻ. അപ്പോൾ അതാണ്. അപ്പോൾ നമുക്കത് മനസ്സിലാവും, നിങ്ങൾ പേടിക്കേണ്ട. വേർഡ് ദാറ്റ് റിഫ്ലക്റ്റ്, അസസ്, ചെക്ക്, കളക്ട്, ഫൈൻഡ് ഔട്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് എന്താണ്? അസസ് ചെയ്യാനാണ്. അപ്പം നമുക്ക് ക്വസ്റ്റിന് 3 പോർഷനുണ്ട്. അതിൻ്റെ അകത്ത് സ്ട്രാറ്റജിക് വേർഡ് ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ അതിൻ്റെ അകത്ത് അറിഞ്ഞിരുന്നാൽ മതി. പിന്നെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിനെക്കുറിച്ചാണെന്നാണ്. അതായത് എസെൻഷ്യലാണ്. അത് നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ അറിയാം. സബ്ജക്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻ ഈസ് ദ സ്പെസിഫിക് ടോപ്പിക് ദാറ്റ് ദ ക്വസ്റ്റ്യൻ ഈസ് ആസ്കിങ്. ഒരു ഡിസീസ് പറഞ്ഞിട്ട് കോംപ്ലിക്കേഷൻ പറഞ്ഞാൽ അതാണ് അതിൻ്റെ സബ്ജക്റ്റ്. ഒരു ഡിസീസ് പറഞ്ഞിട്ട് അതിൻ്റെ മീൻസ് എന്താണ് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ അതാണ് സബ്ജക്റ്റ്. എന്തിനെക്കുറിച്ചാണോ പറയുന്നത് അതാണ് സബ്ജക്റ്റ്. ഇനി ക്വസ്റ്റ്യൻ്റെ ടൈപ്പിനെ കുറിച്ചാണ്. ഈവൻ്റ് ക്വയറിയെ കുറിച്ചാണ്. അതിൻ്റെ അകത്ത് പോസിറ്റീവ് ക്വയറി വരാം, നെഗറ്റീവ് ക്വയറി വരാം. പോസിറ്റീവ് ക്വയറി മീൻസ് ദ പോസിറ്റീവ് ക്വയറി യൂസസ് സ്ട്രാറ്റജിക് വേർഡ് ദാറ്റ് ആസ്ക് യു ടു സെലക്ട് ആൻ ഓപ്ഷൻ ഈസ് കറക്റ്റ്. നമുക്കൊരു 4 ഓപ്ഷൻസ് വന്നിട്ട് ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നതാണ് പോസിറ്റീവ്. നെഗറ്റീവ് എന്ന് പറഞ്ഞിട്ട് ഒരു 4 ഓപ്ഷൻ തന്നിട്ട് നമുക്ക്
റൈറ്റ് അല്ലാത്ത സ്റ്റേറ്റ്മെൻറ്റ് സെലക്ട് ചെയ്യേണ്ടതാണ് ഇൻകറക്റ്റ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ നെഗറ്റീവ് ഈവൻ്റ്, അപ്പം ഞാൻ പറയുന്നത് പോസിറ്റീവ് ഈവൻ്റ് ക്വയറിക്കകത്ത് 5 ഉണ്ട്. 5 സ്റ്റേറ്റ്മെൻറ്റിൽ 4 സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റും 1 സ്റ്റേറ്റ്മെൻറ്റ് റൈറ്റ് സ്റ്റേറ്റ്മെൻറ്റും ആയിരിക്കും. ആ റൈറ്റ് സ്റ്റേറ്റ്മെൻറ്റാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. പക്ഷേ നെഗറ്റീവ് ഈവൻ ക്വയറിക്കകത്ത് എങ്ങനെയാണ്, ഒരു 4 സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ 3 സ്റ്റേറ്റ്മെൻറ്റ് റൈറ്റും 1 സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റും ആയിരിക്കും. ആ ഇൻകറക്റ്റിനെയാണ് സെലക്ട് ചെയ്യുന്നത്. അതിനെയാണ് നെഗറ്റീവ് ഈവൻ ക്വയറി എന്ന് പറയുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ്റെ അകത്ത് നെഗറ്റീവ് ക്വസ്റ്റ്യൻ കാണും, പോസിറ്റീവ് ഈവൻ ക്വയറി ക്വസ്റ്റ്യൻസ് കാണും. അത് ഒരു ടൈപ്പ്. അടുത്തത് നമുക്ക് ക്വസ്റ്റ്യൻ ദാറ്റ് റിക്വയർ പ്രയോറിറ്റൈസേഷൻ. പ്രയോറിറ്റൈസേഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് 4 ഓപ്ഷൻ ഉണ്ട്. 4 ഓപ്ഷനും റൈറ്റാണ്. അതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻ്റ്, അത് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്, ഒരു പേഷ്യൻ്റ് പെയിനായിട്ട് വന്നു, അല്ലെങ്കിൽ പേഷ്യൻ്റ് വന്നു അതിന് സാച്ചുറേഷൻ കുറവാണ്, അതിന് പെയിനും ഉണ്ട്. അപ്പം നമ്മൾ ഇങ്ങനെയൊക്കെ എഴുതിയേക്കാണ്, പേഷ്യൻ്റ് ഇത്ര പെയിൻ സ്കോർ 7 ആണ്, സാച്ചുറേഷൻ അതിന് 85 ആണ്, വിത്തൗട്ട് ഓക്സിജൻ, ഇങ്ങനെയൊക്കെ എഴുതിയാൽ ഈ നമ്മൾ ഓപ്ഷൻസ് കൊടുക്കും. പേഷ്യൻറ്റിന് എന്താണ് ഓക്സിജൻ കൊടുക്കുക, പൊസിഷൻ കൊടുക്കുക, പിന്നെ പെയിൻ മെഡിക്കേഷൻസ് കൊടുക്കുക, ഇങ്ങനെയെല്ലാം എഴുതും. പക്ഷേ ആ എല്ലാ ഓപ്ഷൻസ് റൈറ്റ് ആയിരിക്കും. പക്ഷേ നമ്മൾ ഏറ്റവും ആദ്യം എഴുതേണ്ട ഓപ്ഷൻ അതാണ് പ്രയോറിറ്റൈസേഷൻ എന്ന് പറയുന്നത്. ഇനി സ്ട്രാറ്റജീസ്, നമ്മൾ ഈ പ്രയോറിറ്റൈസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ്, പ്രയോറിറ്റൈസ് ചെയ്യുന്നത് എന്തിനെ ബേസ് ചെയ്താണെന്നാണ്. അപ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ, അതായത് എൻഗ്ലെക്സിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പേഷ്യൻറ്റിൻ്റെ സേഫ്റ്റിയാണ്. പ്രയോറിറ്റൈസ് ചെയ്തതാണ്. നമ്മളൊരു പേഷ്യൻ്റ് ചിലപ്പോൾ വരുമ്പോൾ ഹോസ്പിറ്റലിലൊക്കെ നമ്മൾ ആദ്യം ചെയ്യുന്ന പോലെ ആ ഒരു പ്രാക്ടീസ് അല്ല. ഇവർക്ക് പ്രയോറിറ്റൈസ് ചെയ്യുന്നതിന് കുറച്ച് സ്ട്രാറ്റജീസ് ഉണ്ട്. ആ സ്ട്രാറ്റജീസാണ് ഞാൻ പറയാൻ പോകുന്നത്. ഫസ്റ്റ് ABC മീൻസ് എയർവേ, ബ്രീത്തിങ്, സർക്കുലേഷൻ. ഇതനുസരിച്ചാണ് ഫസ്റ്റ് സ്ട്രാറ്റജി നമ്മൾ ഒരു പ്രയോറിറ്റൈസേഷൻ ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണ്, ABC മീൻസ് എയർവേ, ഒരു പേഷ്യൻറ്റിന് ആദ്യം എയർവേ ക്ലിയർ ചെയ്യുക, ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് ചെയ്യുക, പിന്നെ സർക്കുലേഷൻ. അപ്പോൾ അത് ഞാനൊരു ക്വസ്റ്റ്യനൊക്കെ കണ്ടു കഴിയുമ്പോൾ ഞാനത് നിങ്ങളെ ക്ലിയർ ആയിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരാം. അടുത്തത് മാസ്ലോ ഹൈറാർക്കി ഓഫ് നീഡ് തിയറി. അത് നമ്മൾ പഠിച്ചേക്കുന്നതാണ്, മാസ്ലോ ഹൈറാർക്കി ഓഫ് നീഡ് തിയറി. നിങ്ങൾ ഓർക്കുന്നുണ്ടോ മാസ്ലോ ഹൈറാർക്കി പഠിച്ചത്? ഓക്കെ, മാസ്ലോ ഹൈറാർക്കിയിൽ ആദ്യം എന്താണ്, ബേസിക് നീഡ്സ് ആണ്. ബേസിക് നീഡ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ചേക്കുന്ന ഫുഡ്, വാട്ടർ, ഷെൽട്ടർ, ഇങ്ങനെയൊക്കെയാണ്. അപ്പം നമ്മളൊരു ഹോസ്പിറ്റൽ ബേസിൽ ചിന്തിക്കുമ്പോൾ അതിൻ്റെ ബേസിക് നീഡ് എന്താണ്, അതിൻ്റെ റെസ്പിറേഷനാണ്, വെന്റിലേഷനാണ്, ഇത് തന്നെ ഓക്സിജൻ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. അപ്പം ആ ബേസിക് നീഡ്സ് ആണ് ഫുൾഫിൽ ചെയ്യേണ്ടത്. ഫുഡ്, വാട്ടർ, ഷെൽട്ടർ എന്ന് പറയുന്ന പോലെയാണ് ഹോസ്പിറ്റലിൻ്റെ ആണ് എയർവേ, ബ്രീത്തിങ്, സർക്കുലേഷൻ, ബേസിക് ഹൈഡ്രേഷൻ, ഇതെല്ലാം വരുന്നത് മാസ്ലോ ഹൈറാർക്കി ഓഫ് നീഡ്സിലാണ്. ഒരു പേഷ്യൻറ്റിൻ്റെ ഒരു ക്വസ്റ്റ്യൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു ഫിസിയോളജിക്കൽ നീഡ് മീറ്റ് ചെയ്യാനുണ്ടെങ്കിൽ, അതായത് ബേസിക് ആയിട്ട് മീറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ടേ നമ്മളൊരു ഫർദർ ഇതിലേക്ക് പോകാനുള്ളൂ. പെയിനും ഈ ബേസിക് നീഡിൽ പെട്ടതാണ്, ഫിസിയോളജിക്കൽ നീഡിൽ പെട്ടതാണ്. പക്ഷേ പെയിന് മുമ്പുള്ളതാണ് ബ്രീത്തിങ് കിട്ടാതെ പെയിൻ മാനേജ് ചെയ്തിട്ട് യാതൊരു കാര്യമില്ല. അടുത്തത് നേഴ്സിംഗ് പ്രോസസ്സ് നമുക്കറിയാവുന്നതാണ്, നമുക്കറിയത്തില്ലേ, അസസ്മെൻറ്റ്, പ്ലാനിങ്, ഇംപ്ലിമെൻറ്റേഷൻ, അത് അല്ലെങ്കിൽ കൊഗ്നിറ്റീവ് സ്കില്ല്. അപ്പം നമ്മളിവിടെ കൊഗ്നിറ്റീവ് സ്കില്ലിന് കുറച്ചുകൂടെ ഫോക്കസ് ചെയ്ത് പഠിക്കും. കൊഗ്നിറ്റീവ് സ്കില്ല് എന്ന് പറഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ അതിൻ്റെ ആദ്യം ഈവൻറ്റിൻ്റെ അകത്ത് റിക്കഗ്നൈസ് ക്യൂ ഉണ്ട്. അതായത് വാട്ട് മാറ്റേഴ്സ് മോസ്റ്റ്. നമ്മളതെല്ലാം വായിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ 2-3 പ്രാവശ്യം വായിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ തിങ്ക് ചെയ്യും, ഇതിലെന്താണ് അവർ ഉദ്ദേശിക്കുന്നത്, ഇതിലെന്താണ് ഒരുപാട് കാര്യങ്ങൾ പറയും. പേഷ്യൻ്റ് അഡ്മിറ്റഡ് ആണ്, നേഴ്സ് അങ്ങനെ പറഞ്ഞു, ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു, അവർ അതിനോട് ഹാൻഡ് ഓവർ കൊടുത്തു, ഇന്ന ട്രീറ്റ്മെൻറ്റ്, ഇതെല്ലാം അതിൻ്റെ അകത്ത് ചിലപ്പോൾ അത്രയും വലിയ പാരഗ്രാഫൊക്കെ ആയിട്ട് ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരും. പക്ഷേ നമ്മൾ ഫോക്കസ് ചെയ്യുന്നുണ്ട് എന്താണ് ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് പറയുന്നത്. എന്തെങ്കിലും ഒരു അബ്നോർമാലിറ്റി പറയുവാണ്, പേഷ്യൻറ്റിൻ്റെ ബ്ലഡ് ഷുഗർ ഇന്ന് രാവിലെ 210 ആയിരുന്നു, അതൊരു അബ്നോർമാലിറ്റിയാണ്, അത് നമ്മൾ എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കണം. അതാണ് റിക്കഗ്നൈസ് ക്യൂ. അനലൈസ് ക്യൂ, അത് കഴിഞ്ഞ് ഇതിൻ്റെ മീനിങ് എന്താണ്, അതായത് എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്. അതായത് പേഷ്യൻറ്റിൻ്റെ പൊട്ടാഷ്യം വളരെ കുറവാണ്, ഇതാണെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് പേഷ്യൻറ്റിന് ഇൻസുലിൻ കിട്ടുന്നുണ്ടോ, അങ്ങനെയൊക്കെ ചിന്തിക്കണം. അപ്പോൾ അതനുസരിച്ച് നമുക്ക് പഠിക്കാം. പ്രയോറിറ്റൈസ് ചെയ്യുക,
അപ്പോൾ നമ്മൾ ആദ്യം എന്താണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്ന് പ്രയോറിറ്റൈസ് ചെയ്യണം. ഈ പ്രയോറിറ്റൈസേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ABCയും കോഗ്നിറ്റീവ് മീൻസ് മാസ്ലോ ഹൈറാർക്കി ഒക്കെ യൂസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ജനറേറ്റ് സൊല്യൂഷനാണ്. ജനറേറ്റ് സൊല്യൂഷൻ്റെ അകത്ത് വാട്ട് ക്യാൻ ഐ ഡു, ഞാൻ എന്ത് ചെയ്യും എന്ന് ചിന്തിക്കും, എന്തൊക്കെയാണ്. അപ്പം അത് കഴിഞ്ഞിട്ട് ടേക്ക് ആക്ഷൻ, ദെൻ വാട്ട് വിൽ ഐ ഡു, ഞാൻ മീൻസ് എന്താണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അതിൽ ഇവാലുവേറ്റ് ഔട്ട്കം, അത് ഇവാലുവേറ്റ് ഔട്ട്കം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളതിൻ്റെ ഔട്ട്കം, അതായത് അസസ്മെൻറ്റ്, അസസ്മെൻറ്റ് എല്ലാം ഇവാലുവേറ്റ് ഔട്ട്കത്തിൽ വരുന്നതാണ്. ഇതാണ് ഒരു മെയിൻ ആയിട്ടുള്ള പോയിൻറ്റ്സ്. അപ്പം നമ്മൾ ഇതിൻ്റെ അകത്ത് 3 പാർട്ട് പഠിച്ചു. ഈവൻറ്റ് ക്വയറി, പിന്നെ എന്താണ് പഠിച്ചത്, ഓപ്ഷൻസ്, പിന്നെ സ്ട്രാറ്റജിക് വേർഡ് പഠിച്ചു, പിന്നെ പോസിറ്റീവ് ക്വസ്റ്റ്യൻ ക്വയറി പഠിച്ചു, നെഗറ്റീവ് ക്വസ്റ്റ്യൻ ക്വയറി ഈവൻറ്റ് ക്വയറി പഠിച്ചു, പിന്നെ നമ്മൾ കോഗ്നിറ്റീവ് സ്കില്ല് നോക്കി. ഇത്രയും കാര്യങ്ങളാണ് നമ്മളിപ്പോൾ നോക്കിയത്. ഇനി നമ്മൾ പേഷ്യൻറ്റിൻ്റെ നീഡിനെ കുറിച്ചാണ് പറഞ്ഞത്. അത് മാസ്ലോ ഹൈറാർക്കി ഓഫ് നീഡ് പോലെ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് മസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന ഫിസിയോളജിക്കൽ ഇൻറ്റഗ്രിറ്റി, അതാണ് എയർവേ, ബ്രീത്തിങ്, സർക്കുലേഷൻ, പെയിൻ, ഇതെല്ലാം ഫിസിയോളജിക്കൽ, അതായത് നേരിട്ട് അഫക്റ്റ് ചെയ്യുന്നത്. സേഫ് ആൻഡ് ഇഫക്റ്റീവ് കെയർ എൻവയോൺമെൻറ്റ്, അതായത് ഫ്രീ ഫ്രം ഫോൾ, ഇൻഫെക്ഷനിൽ നിന്ന് ഫ്രീ വരിക, ഒരു ബെറ്റർ ഇൻ്റർപേഴ്സണൽ നേഴ്സ് പേഷ്യൻ്റ് റിലേഷൻഷിപ്പ്, ഇതെല്ലാം സേഫ് ആൻഡ് സെക്യൂരിറ്റിക്കകത്ത് വരിക. അതായത് നീഡിസ്റ്റിക് ഇഞ്ചുറി എന്ന് ഇതിങ്ങനെയുള്ള എല്ലാ സെക്യൂരിറ്റി ആയിട്ട് കിട്ടുന്നതും സേഫ് ആൻഡ് എഫക്റ്റീവ് കെയർ മാനേജ്മെൻ്റ് ആണ്. നെക്സ്റ്റ് ഹെൽത്ത് പ്രൊമോഷൻ ആൻഡ് മെയിൻ്റനൻസ് ആണ്. ഇതനുസരിച്ചാണ് ആദ്യം ഫിസിയോളജി, പിന്നെ സേഫ്റ്റി, ഹെൽത്ത് പ്രൊമോഷൻ ആൻഡ് മെയിൻ്റനൻസിൻ്റെ അകത്താണ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്, പിന്നെ റീഹാബിലിറ്റേഷൻ, ഫോളോ അപ്പ് കെയർ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അടുത്തത് സൈക്കോ സോഷ്യൽ ഇൻറ്റഗ്രിറ്റിക്കാണ്. എന്താണ് സൊസൈറ്റി ആയിട്ടുള്ള ഒരു ഇത് മീൻസ് സ്പിരിച്വൽ നീഡ്സ് ഫുൾഫിൽ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുന്നത് സൈക്കോ സോഷ്യൽ. ഇതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ക്വസ്റ്റിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഓപ്ഷൻ. ഇപ്പം നമ്മൾ ക്വസ്റ്റ്യൻ എല്ലാം വായിച്ചു, കുറേ പ്രാവശ്യം വായിച്ചു, ക്വസ്റ്റിനെ കുറിച്ച് നമുക്കൊരു ഐഡിയയും കിട്ടി. ഇനി നമുക്ക് എന്തറിയണം, ഓപ്ഷനെ കുറിച്ച് അറിയണം. ഓപ്ഷനെ കുറിച്ച് കറക്റ്റ് അറിഞ്ഞാലാണ് നമുക്ക് റൈറ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതിൻ്റെ അകത്ത് ഓപ്ഷൻ്റെ അകത്ത് നമ്മൾ ആദ്യം ഒരു 5 ഓപ്ഷൻ ഉണ്ട്, അല്ലെ 4 ഓപ്ഷൻ ഉണ്ട്. അപ്പം നമ്മൾ ഇതിൻ്റെ അകത്ത് എലിമിനേഷൻ ചെയ്യണം. എലിമിനേഷൻ ഓഫ് ഓപ്ഷൻസ്, ഇൻകറക്റ്റ് ഓപ്ഷൻസിനെ എലിമിനേറ്റ് ചെയ്യണം. നമ്മൾ ഒരിക്കലും ഫസ്റ്റ് റൈറ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യുകയല്ല ചെയ്യുന്നത്. എലിമിനേറ്റ് ചെയ്ത് ലാസ്റ്റാണ് റൈറ്റ് ഓപ്ഷനിൽ എത്തിച്ചേരുന്നത്. കാരണം അത്രയും പ്രാവശ്യം ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം എലിമിനേഷൻ ഓപ്ഷൻ ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് രീതി അനുസരിച്ചാണ് എലിമിനേറ്റ് ചെയ്യേണ്ടത്. ഫസ്റ്റ് എലിമിനേറ്റ് കമ്പാരബിൾ ആൻഡ് എലൈക്ക് ഓപ്ഷൻസ്, അതായത് 4 ഓപ്ഷൻസ് 2 ഓപ്ഷൻസ് മീൻസ് ഒരുപോലെ ഇരിക്കുക, അല്ലെങ്കിൽ 2 ഓപ്ഷൻസിൻ്റെ ഔട്ട്കം ഒരേ ഔട്ട്കം ആണ് വരുന്നതെങ്കിൽ അതിന് കമ്പാരബിൾ ഓപ്ഷൻ അല്ലെങ്കിൽ ഒരുപോലെയുള്ള ഓപ്ഷൻ എന്ന് പറയും, എലൈക്ക് ഓപ്ഷൻ എന്ന് പറയും. ഇങ്ങനെയുള്ള ഓപ്ഷൻസ് മോസ്റ്റ് ലൈക്ക്ലി ഇൻകറക്റ്റ് ആയിരിക്കും. സോ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റും, എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ആദ്യം നമ്മൾ എലിമിനേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മളിന്നൊരു 3 ക്വസ്റ്റ്യൻസോളം നോക്കും. അപ്പം നമുക്ക് ഇതിനെക്കുറിച്ചൊരു നല്ല ഐഡിയ വരും. അടുത്തത് അപ്പം നമ്മൾ ഇത് മാത്രം ഓർത്തിരിക്കുക, കമ്പാരബിൾ ആൻഡ് എലൈക്ക് ഓപ്ഷൻസ് നമ്മൾ എലിമിനേറ്റ് ചെയ്യുക. അടുത്തത് എലിമിനേറ്റ് ഓപ്ഷൻ കണ്ടെയ്ൻ ക്ലോസ്ഡ് എൻഡ് വേർഡ്. എന്താണ് ക്ലോസ്ഡ് എൻഡ് വേർഡ് എന്ന് പറയുന്നത്? അപ്പോൾ ഈ വേർഡുകളുള്ളതൊന്നും റൈറ്റ് ആകാൻ ചാൻസ് ഇല്ല. അത് ഏതൊക്കെയാണ്? മീൻസ് ഓപ്ഷൻസ് ആർ ഓൾവേസ്, എവരി, മസ്റ്റ്, നൺ, നെവർ. മസ്റ്റ്, നൺ, നെവർ ഇതാണ്. അതായത് ഒരു ഓപ്ഷൻ പറയുകയാണ് പേഷ്യൻ്റ് ഓൾവേസ് ടേക്ക് മെഡിക്കേഷൻ അറ്റ് സോ ആൻഡ് സോ ടൈം, അല്ലെ എവരി ഡേ പേഷ്യൻ്റ് ഈസ് ടേക്കിങ്. അപ്പം നമ്മൾ ഒരിക്കലും ഒരു പേഷ്യനോട് എവരി ഡേ ഒരു ഓപ്ഷൻ്റെ അകത്ത് ഓൾവേസ്, എവരി, മസ്റ്റ് ഇങ്ങനെയുള്ള ഓപ്ഷൻസ് വരാൻ പാടില്ല. ഇങ്ങനെ ഒരു ഓപ്ഷൻ്റെ അകത്ത് ഒരു വേർഡ് കണ്ടാൽ അത് ഇൻകറക്റ്റ് ആയിരിക്കാം. അത് നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. അടുത്തത് ഓപ്പൺ എൻഡ് ക്വസ്റ്റ്യൻ ഓപ്ഷനാണ്. അതായത് മേ, യൂഷ്വലി, നോർമലി, കോമൺലി. അതിൻ്റെ അർത്ഥം എന്താണ്? യൂഷ്വലി പേഷ്യൻ്റ് ഇങ്ങനെയാണ്, ബട്ട് ടുഡേ ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. അല്ലെങ്കിൽ നോർമലി ഇതാണ് നോർമൽ, ബട്ട് നൗ ഇറ്റ്സ് നോട്ട് നോർമൽ. ആ ഒരു മീനിങ് വരുന്നത് കൊണ്ട് ഈ ഓപ്ഷൻ റൈറ്റ് ആകാനാണ് ചാൻസ്. അപ്പോൾ നിങ്ങൾ കമ്പയറബിൾ എലൈക്ക് ഓപ്ഷൻ നമ്മൾ എലിമിനേറ്റ് ചെയ്യണം, ക്ലോസ്ഡ് എൻഡ് ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യണം, ഓപ്പൺ എൻഡ് ഓപ്ഷൻസ് നമ്മൾ സെലക്ട് ചെയ്യണം. അടുത്തത് ലുക്ക് ഫോർ ദ അംബ്രല്ല ഓപ്ഷൻ.
അംബ്രല്ല ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ബ്രോഡ് കോംപ്രിഹെൻസീവ് ഓർ യൂണിവേഴ്സൽ സ്റ്റേറ്റ്മെൻറ്റ്. അംബ്രല്ല ഓപ്ഷൻ്റെ അകത്ത് എങ്ങനെയാണ്, നമ്മളിപ്പോൾ ഒരു ഓപ്ഷൻ്റെ അകത്ത് കാണുവാണ്, പേഷ്യൻറ്റിന് ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെന്താണ് ഗ്ലൗസ് യൂസ് ചെയ്യുക, മാസ്ക് യൂസ് ചെയ്യുക, ഐസൊലേഷൻ ടെക്നിക്ക് യൂസ് ചെയ്യുക, ഇങ്ങനെയെല്ലാം ഓരോ ഓപ്ഷൻസ് എഴുതിച്ച് ഓരോ ഓപ്ഷൻ കാണുവാണ് യൂസ് ദ യൂണിവേഴ്സൽ പ്രിക്വേഷൻസ് എന്ന്. അപ്പോൾ അതിൻ്റെ അകത്ത് എന്താണ് ഈ യൂസ് ദ യൂണിവേഴ്സൽ പ്രിക്വേഷൻ എന്ന് പറഞ്ഞാൽ ഈ എല്ലാ കാര്യങ്ങളും ആ ഒറ്റ ഒരു ഓപ്ഷനിൽ വരുന്നുണ്ട്. അതിനെയാണ് അംബ്രല്ല ഓപ്ഷൻ എന്ന് പറയുന്നത്. അംബ്രല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കുറേ കാര്യങ്ങൾ വരുന്നതുകൊണ്ടാണ് അതിൻ്റെ ആ ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതാണ് റൈറ്റ് ഓപ്ഷൻ ആയിരിക്കും. അപ്പോൾ അംബ്രല്ല ഓപ്ഷൻസ്. അപ്പം നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ ഞാൻ അതിൻ്റെ അകത്ത് അംബ്രല്ല ഓപ്ഷൻ പോലെ വരുന്ന അങ്ങനെയുള്ളതെല്ലാം കാണിച്ചു തരാം. അപ്പോൾ അത് ഓക്കെ ആവും. അപ്പോൾ അംബ്രല്ല ഓപ്ഷൻസ് ഓൾവേസ് റൈറ്റ് ആയിരിക്കും. പിന്നെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴാണ് ഡെലിഗേറ്റിംഗ് ആൻഡ് അസൈൻമെൻറ്റ്, അതിനൊരു ഗൈഡ് ലൈൻ ഉണ്ട്. അതായത് ഹെൽത്ത് കെയർ, അതിൻ്റെ അകത്ത് നമ്മളിപ്പോൾ ഒരു ഹോസ്പിറ്റലിലൊക്കെ പോയാൽ അവിടെ ഈ എൻക്ലെക്സ് പാസ്സാകാത്ത അങ്ങനെ അവർ മാത്രമാണ് രജിസ്റ്റേർഡ് നേഴ്സ്, ബാക്കിയുള്ളവർ പ്രാക്ടിക്കൽ നേഴ്സ്, അസിസ്റ്റൻറ്റ് നേഴ്സ്, അങ്ങനെയൊക്കെ പല പോസ്റ്റുകളുണ്ട്. അപ്പോൾ ഓരോ പോസ്റ്റിനും ഒരു പർട്ടിക്കുലർ ജോബ് ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. ആ ജോബ് ഡിസ്ക്രിപ്ഷൻ അനുസരിച്ചാണ് നമ്മൾ അസൈൻ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കിങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരും, നിങ്ങളുടെ കൂടെ ഒരു പ്രാക്ടിക്കൽ നേഴ്സ് ഉണ്ട്, പ്രാക്ടിക്കൽ നേഴ്സിന് ഇപ്പോൾ ഒരു പേഷ്യൻറ്റിന് സ്പഞ്ച് കൊടുക്കണം, അതിലൊരു മെഡിക്കേഷൻ കൊടുക്കണം, ആ നേഴ്സിന് ഡെലിഗേറ്റ്, അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വന്നാൽ അല്ലെങ്കിൽ ഡെലിഗേഷൻ ഓപ്ഷൻ വരുമ്പം നമ്മൾ അതിൻ്റെ ഗൈഡ് ലൈൻ അറിഞ്ഞിരിക്കണം. ആ ഗൈഡ് ലൈനൊക്കെ നമ്മൾ പിന്നെ പഠിക്കും. അവർക്ക് ഓരോരുത്തർക്കും ഓരോ പ്രത്യേക ജോബാണ്, അതനുസരിച്ച് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അവർക്ക് ഇല്ലാത്ത ജോബ് ഡിസ്ക്രിപ്ഷൻ നമ്മൾ കൊടുത്താൽ നമ്മൾ അക്കൗണ്ടബിൾ ആണ്. അവൈലബിൾ റിസോഴ്സ് ആൻഡ് ഐഡിയൽ സിറ്റുവേഷൻ, അതായത് ഒരു ഓപ്ഷൻസ് പറയുമ്പം എല്ലാ സിറ്റുവേഷൻസും എല്ലാ റിസോഴ്സസും നമ്മുടെ മുമ്പിൽ അവൈലബിൾ ആണ് എന്ന് ചിന്തിച്ച് വേണം നമ്മൾ ആൻസർ പറയാൻ. കാരണം ഇത് ഒരു സിനാരിയോ ആണ്. അതായത് ഒരു പേഷ്യൻറ്റിന് ഇപ്പം തന്നെ നമുക്ക് വെൻറ്റിലേറ്റർ ഇടണം, അല്ലെങ്കിൽ ഒരു പേഷ്യൻ്റ് ഇപ്പം തന്നെ എക്മോ സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെയാണ് അതിൻ്റെ അകത്ത് വരുന്നെങ്കിൽ നമ്മളത് തന്നെ എഴുതണം. കാരണം അപ്പം നമ്മൾ ചിന്തിക്കരുത് ഇത് അവൈലബിൾ ആയിരിക്കുമോ, കാരണം ഇതൊരു സിനാരിയോ ആണ്, എല്ലാം അവൈലബിൾ ആണ് എന്ന രീതി ചിന്തിച്ച് വേണം ഓപ്ഷൻസ് എഴുതാനായിട്ട്. ഫാർമക്കോളജിക്കൽ ക്വസ്റ്റ്യൻ ആൻസർ എഴുതുന്നത് ഫാർമക്കോളജിക്കൽ ഗൈഡ് ലൈൻ വെച്ച് തന്നെയാണ്, അതൊക്കെ നമ്മൾ കാണും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു ക്വസ്റ്റ്യന് മസ്റ്റ് ആയിട്ടുള്ളത്. എലിമിനേറ്റ് ചെയ്യുമ്പോൾ കമ്പയറബിൾ എലൈക്ക് ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യുക. പിന്നെ എന്താണ് ചെയ്യുന്നത്, മീൻസ് ക്ലോസ്ഡ് എൻഡ് എലിമിനേറ്റ് ചെയ്യുക, ഓപ്പൺ എൻഡ് സെലക്ട് ചെയ്യുക. അംബ്രല്ല ഓപ്ഷൻസ് മോസ്റ്റ് ഓഫ് ദി ടൈം റൈറ്റ് ആൻസർ ആയിരിക്കും, അത് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിനെക്കുറിച്ച് ഒരു ക്വസ്റ്റ്യനും ഒരു ആൻസറും സെലക്ട് ചെയ്യുന്നതിനെക്കുറിച്ച് നമുക്ക് ഇതിന് ഒരു ബ്രീഫായിട്ട് അറിയാനുള്ളത്. ഇത് ഓരോ ക്വസ്റ്റ്യൻ കാണുമ്പോഴും നമ്മൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കും. നമ്മുടെ കയ്യിലൊരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ നമ്മളതിനെ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യാൻ പോകുന്നതെന്നാണ്. ഫസ്റ്റ് നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ അകത്ത് ഡേറ്റ ഫോക്കസ്, അതായത് കംപ്ലീറ്റ് നമ്മൾ മാറ്റർ നോക്കണം. റീഡ് എവറി വേർഡ്, വാട്ട് ഈസ് ദിസ് ക്വസ്റ്റ്യൻ ഈസ് ആസ്കിങ്. അതായത് ഓരോ വേർഡും നമ്മൾ വളരെ കോൺഷ്യസ് ആയിട്ട് ടൈം എടുത്ത് വായിക്കണം. എത്ര കോൺഫിഡൻ്റ് ആണേലും എത്ര സ്മാർട്ടാണേലും നമ്മൾ കുറേ പ്രാവശ്യം വായിക്കണം. ഡിറ്റർമൈൻ എന്തെങ്കിലും അബ്നോർമാലിറ്റി അതിൻ്റെ അകത്തുണ്ടെങ്കിൽ അത് നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. അല്ലെ വൈറ്റ് സയൻസ് ചേഞ്ചസ്, എന്തെങ്കിലും ചേഞ്ചസ്, റീസെൻ്റ്ലി ഹിസ്റ്ററി ഓഫ് ഓൾ, ഇതൊക്കെയാണ് എല്ലാം നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. ഫോക്കസ് ഓൺ ദ ക്ലയൻറ്റ് ക്വസ്റ്റ്യൻ, അതായത് അപ്പോൾ നമ്മൾ കാണും പ്രൈമറി ഹെൽത്ത് കെയർ ഫിസിഷ്യൻ ഇങ്ങനെ പറഞ്ഞു, നേഴ്സ് ഇങ്ങനെ പറഞ്ഞു, മീൻസ് റിലേറ്റീവ്സ് ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ നമ്മൾ ഒരുപാട് കാണും. പക്ഷേ ക്ലയൻറ്റ് എന്ത് പറയുന്നു അതാണ് നമ്മുടെ, അതായത് ക്ലയൻറ്റ് സെൻറ്റേഡ്, ഫാമിലി സെൻറ്റേഡ് കെയർ ആണ് ഇവർ ഉദ്ദേശിക്കുന്നത്. സോ ക്ലയൻറ്റ് എന്ത് പറഞ്ഞു എന്നതനുസരിച്ചാണ്, അതായത് വേറെ എന്താ, അപ്പോൾ ക്ലയൻറ്റ് പറയുന്നത് അത്ര റൈറ്റ് അല്ലേ പോലും നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ടത് ക്ലയൻറ്റ് പറയുന്നതിനെയാണ്. പിന്നെ സ്ട്രാറ്റജിക് വേർഡ് നമ്മൾ നോക്കണം. പിന്നെ എലിമിനേഷൻ പ്രോസസ്സ് അത് കഴിഞ്ഞ് ചൂസ് ചെയ്യണം. ഓരോ ഓപ്ഷൻസും വളരെ കെയർഫുള്ളി വായിച്ച് വേണം ഇൻകറക്റ്റ് ഓപ്ഷൻസ് നമ്മൾ എലിമിനേറ്റ് ചെയ്യാനായിട്ട്. ദെൻ നമുക്ക് എന്തെങ്കിലും ചെറിയ ചെറിയ കാൽക്കുലേഷൻ ആണെങ്കിൽ പോലും നമ്മൾ സ്ക്രീനിലുള്ള കാൽക്കുലേറ്റർ നമ്മൾ യൂസ് ചെയ്യണം. അതായത് നമ്മുടെ കൈ വിരലും ഒന്നും നമ്മൾ യൂസ് ചെയ്യരുത് എന്നാണ് ഇതിൻ്റെ അകത്ത് ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ദ പാരൻറ്റ് ഓഫ് എ 3, അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ നോക്കേണ്ട എന്താണ്, അതിൻ്റെ അകത്ത് പറയുന്ന പാരൻറ്റ് ഓഫ് എ 3-year-old, അതായത് അവിടെ ആരാണ് പ്രോബ്ലം, 3-year-old ഒരു ബേബിയാണ്. ഈസ് കൺസേൺഡ് ബിക്കോസ് ദ ചൈൽഡ്
സ്റ്റിൽ ഈസ് ഇൻസിസ്റ്റിംഗ് ഓൺ എ ബോട്ടിൽ അറ്റ് നാപ്പ് ടൈം അറ്റ് ബെഡ് ടൈം. ഈ പോർഷന് പറയുന്ന പേരാണ് എന്താണ്? ഈവൻ്റ്. ഇതല്ലേ ഈവൻ്റ്? ഇതാണ് ഈവൻ്റ്. അതായത് ഒരു ചൈൽഡ് 3 വയസ്സുള്ള ഒരു ചൈൽഡ് ഇപ്പോഴും ഉറങ്ങുമ്പം ഏത് ഡേ ടൈം ആണേലും നൈറ്റ് ടൈം ആണേലും ബോട്ടിൽ സക്ക് ചെയ്താണ് ഉറങ്ങുന്നത്. ഇതാണ് ഈവൻ്റ്. ഇപ്പോൾ ഈവൻ്റ് എന്നാന്ന് മനസ്സിലായോ? അത്യാവശ്യം എങ്ങനെയാണ് ഈവൻ്റ് കണ്ടുപിടിക്കുന്നതെന്ന്? ദെൻ ഓക്കെ, അടുത്തത് വിച്ച് ഈസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് സജഷൻ ടു ദ പേരൻറ്റ്. അപ്പോൾ ഈ വിച്ച് ഈസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് സജഷൻ ടു ദ പാരൻ്റ് എന്ന് പറയുന്നതാണ് ഈവൻ്റ് ക്വയറി. ഇതാണ് ഈവൻ്റ് ക്വയറി. അപ്പോൾ ഇത് ഈവൻ്റ് ഇവിടം വരെയുള്ളത് ഈവൻ്റാണ്. അടുത്തത് ഇവിടുന്ന് ഇവിടം വരെയുള്ളത് ഈവൻ്റ് ക്വയറിയാണ്. അപ്പോൾ ഇത്ര മനസ്സിലായി. ഇനി നമുക്ക് ഇതിനകത്ത് നമ്മൾ ഒരു വേർഡ് പറഞ്ഞായിരുന്നു, സ്ട്രാറ്റജിക് വേർഡ്. ഇതിനകത്ത് ചോദിക്കുന്നതിനാണ് വിച്ച് ഈസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ്. ഇതാണ് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആണ് സ്ട്രാറ്റജിക് വേർഡ്. മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആണ് സ്ട്രാറ്റജിക് വേർഡ്. ഇതിൻ്റെ അകത്ത് അപ്രോപ്രിയേറ്റ് എന്നല്ല. അപ്രോപ്രിയേറ്റ് ആയിരുന്നെങ്കിൽ ഇത് പലതും ഇതിൻ്റെ അകത്ത് അപ്രോപ്രിയേറ്റ് ആയിരുന്നു. മോസ്റ്റ് അപ്രോപ്രിയേറ്റ്. അപ്പോൾ ഇത് നമ്മൾ നോക്കണം. ഇതനുസരിച്ചാണ് ഒരു ക്വസ്റ്റിന് ആൻസർ ചെയ്യേണ്ടത്. അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ നമുക്ക് മനസ്സിലായി. അത് നമ്മൾ ഓർത്തിരിക്കണം. ഇനി നമ്മൾ ഓപ്ഷൻസ് നമ്മൾ ആദ്യം വായിക്കണം. അലോ ദ ബോട്ടിൽ ഈഫ് ഇറ്റ് കണ്ടെയ്ൻ ജ്യൂസ്. അപ്പം ജ്യൂസ് ആണെങ്കിൽ നമുക്ക് കൊടുക്കാം എന്നാണ് അവർ പറയുന്നത്. അലോ ദ ബോട്ടിൽ ഈഫ് ഇറ്റ് കണ്ടെയ്ൻ വാട്ടർ ആണെങ്കിൽ കൊടുക്കാം. ഡു നോട്ട് അലോ ദ ചൈൽഡ് ടു ഹാവ് ദ ബോട്ടിൽ. അലോ ദ ബോട്ടിൽ ഡ്യൂറിങ് നാപ്പ് ബട്ട് നോട്ട് അറ്റ് ദ ബെഡ്. ഓക്കെ, ഇവരെന്നാ പറയുന്നതെന്ന് വെച്ചാൽ ഫസ്റ്റ് ജ്യൂസ് ആണെങ്കിൽ കൊടുക്കാം, മറ്റ് ആൻസർ വാട്ടർ ആണെങ്കിൽ കൊടുക്കാം. അപ്പോൾ അത് രണ്ടും പോസിറ്റീവ് ഓപ്ഷൻസ് ആണ്. അടുത്ത പറയാം ഡു നോട്ട് അലോ ദ ചൈൽഡ് ടു ഹാവ് ദ ബോട്ടിൽ. അതായത് കൊച്ചിന് ബോട്ടിൽ കൊടുക്കാനേ പാടില്ല. ബോട്ടിൽ കൊടുക്കാം, പക്ഷേ ബെഡേൽ നമ്മൾ ബോട്ടിൽ കൊടുക്കാൻ പാടില്ല. അതായത് കൊച്ചിന് ബെഡേൽ ബോട്ടിലാണല്ലോ വേണ്ടത്, അപ്പോൾ അത് കൊടുക്കാൻ പാടില്ല. ഇതും ഡു നോട്ട് ഗീവ് ആണ്, ഇതും ഡു നോട്ട് ഗീവ് ആണ്. അതായത് രണ്ട് ഓപ്ഷനും എന്താണ്? ബേബിക്ക് ബോട്ടിൽ കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ രണ്ട് ഓപ്ഷനും ഏകദേശം ഒരുപോലെയല്ലേ ഇരിക്കുന്നത്. രണ്ടിലും എന്താ പറയുന്നത്? രണ്ടും കൊടുക്കരുത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഓപ്ഷന് പറയുന്ന പേരാണ് കമ്പയറബിൾ ഓപ്ഷൻ ഓർ എലൈക്ക് ഓപ്ഷൻ. ഇത് രണ്ടും ഒരുപോലെ. ഡു നോട്ട്, ദാറ്റ് മീൻസ് അതിൻ്റെ റിസൾട്ട് എന്നാ? ബേബിക്ക് കിട്ടുന്നില്ല. ഇതും ബോട്ടിൽ കൊടുക്കാം, പക്ഷെ ബെഡ് ടൈമിൽ കൊടുക്കല്ല. അതിൻ്റെ അർത്ഥം എന്നാണ്? പേഷ്യൻറ്റിന് കിട്ടുന്നില്ല, ഇതിലും ബോട്ടിൽ കിട്ടുന്നില്ല, ഔട്ട്കം ഇല്ല എന്നുള്ളതാണ്. സോ ഇത് എലൈക്ക് ഓപ്ഷനാണ്. അപ്പം നമ്മൾ ആദ്യം എന്നാ ചെയ്യണം? ഈ രണ്ട് ഓപ്ഷൻസും ഡിലീറ്റ് ചെയ്യണം, അതായത് എലിമിനേറ്റ് ചെയ്യണം. അപ്പം നമ്മുടെ അടുത്ത് എത്ര ഓപ്ഷൻസ് ഉണ്ട്? ഈ രണ്ട് ഓപ്ഷൻസും എലൈക്ക് ഓപ്ഷൻസ് ആയതുകൊണ്ട് നമ്മൾ എലിമിനേറ്റ് ചെയ്തു. ഇനി നമ്മുടെ അടുത്ത് ഏതാണുള്ളത്? ഈ രണ്ട് ഓപ്ഷൻസ് ആണുള്ളത്. ഇനി നമ്മൾ ഈ ഡിസീസ് കണ്ടീഷൻ എന്തുകൊണ്ടായിരിക്കും, ഇതാണ് നമ്മൾ തിങ്ക് ചെയ്യേണ്ടത്, അനലൈസ് ചെയ്യുവാണ്. എന്തുകൊണ്ടായിരിക്കും കൊച്ചിന് ബോട്ടിൽ കൊടുക്കാൻ പാടില്ലാത്തത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. എന്തുകൊണ്ടായിരിക്കും? അതായത് കൊച്ച് ബോട്ടിൽ വായി വെച്ച് സക്ക് ചെയ്ത് കിടന്നാൽ അതിൽ ഷുഗർ ഉണ്ടെങ്കിൽ ആ ഷുഗർ ഡെൻ്റൽ ക്യാരീസ്, മൗത്ത് ക്യാരീസ്, അതായത് വരാൻ ചാൻസ് ഉണ്ട്. അതാണ് അതിൻ്റെ ഡിസീസ് കണ്ടീഷൻ. അപ്പോൾ അത് കാർബോഹൈഡ്രേറ്റോ അല്ലെങ്കിൽ കാർബണേറ്റോ അങ്ങനെയുള്ള ഫ്ലൂയിഡിൽ നിന്ന് മാത്രമാണ് അത് വരുന്നത്. അതുകൊണ്ട് നമുക്ക് എന്നാ ചെയ്യാൻ പറ്റും? ഇത് ഉള്ളി പ്രോബ്ലം ജ്യൂസ് അല്ലേ? ജ്യൂസിൻ്റെ അകത്താണ് കാർബോഹൈഡ്രേറ്റോ സ്വീറ്റ്സോ ഒക്കെ ഉള്ളത്. അതാണ് കൊച്ചിന് പ്രോബ്ലം. അപ്പോൾ അത് അവിടെ കിടക്കണം. അപ്പോൾ അത് ജ്യൂസ് കൊടുക്കാനേ പാടില്ല. കൊടുത്താൽ ആ ഡിസീസ് കണ്ടീഷനിലേക്ക് ലീഡ് ചെയ്യും. അപ്പോൾ അതും നമ്മൾ എലിമിനേറ്റ് ചെയ്യണം. ഇനി നമ്മുടെ അടുത്ത് എന്താ ഉള്ളത്? കൊച്ചിന് ബോട്ടിൽ വേണം എന്നാണ് ആഗ്രഹം, അത് നമ്മൾ കൊടുക്കണം. ഒരിക്കലും, അതായത് പേഷ്യൻ്റാണ് പ്രയോറിറ്റി, കൊച്ചിൻ്റെ ആവശ്യം നമ്മൾ നടത്തി കൊടുക്കണം. പക്ഷേ അത് ആ കൊച്ചിന് ഹാമാകാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ പ്യൂർ വാട്ടർ കൊടുക്കണം. ഇങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റിന് ആൻസർ എഴുതുന്നത്. അപ്പൊ നമ്മൾ ലോജിക്കായിട്ടൊന്ന് ചിന്തിച്ചാൽ കിടക്കുന്ന സമയത്ത് ബോട്ടിൽ കൊടുത്താൽ ആസ്പിറേഷൻ വരാനുള്ള ചാൻസ് ഇല്ലേ? ഈ കൊച്ചിൻ്റെ ഏജ് നോക്കിക്കേ, അങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. ഈ കൊച്ചിൻ്റെ ഏജ് നോക്കിക്കേ, 3 year old ബേബിയാണ് കേട്ടോ.
അത് ആസ്പിരേഷൻ ചാൻസ് ഉണ്ട്, ആസ്പിരേഷൻ ന്യൂമോണിയ ചാൻസ് ഉണ്ട്. അത് ഇൻഫൻറ്റിനാണ് ആസ്പിരേഷൻ ന്യൂമോണിയ ചാൻസ്. പിന്നെ വേറൊരു കാര്യം ഞാൻ പറഞ്ഞാൽ, ഇൻഫൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പീരിയോഡിക് ബ്രീത്തും സ്ലീപ്പും അങ്ങനെയാണ്. അവർക്കിപ്പോൾ നമ്മളൊരു ബോട്ടിൽ കൊടുക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ബ്രസ്റ്റ് ഫീഡൊക്കെ കൊടുത്തുകൊണ്ട് രാത്രി കൊടുത്തുകൊണ്ട് കിടക്കുമ്പോഴാണ് സഡൻ ബേബി ഡെത്ത് സിൻഡ്രോം ഒക്കെ. അത് പിന്നെ നമ്മൾ പഠിക്കും. ഈ ഒരു ഇൻഫൻ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ച് നേരം സക്ക് ചെയ്യും, പിന്നെ ഉറങ്ങും, കുറച്ച് സക്ക് ചെയ്യും. ഇതിങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അങ്ങനെയാണ് അവരുടെ സ്ലീപ്പിംഗ് പാറ്റേണിൽ ഡിഫറൻസ് ഉണ്ട്. സക്ക് ചെയ്യും ഉറങ്ങും, സക്ക് ചെയ്യും ഉറങ്ങും. അതുകൊണ്ട് ആസ്പിരേഷന് ചാൻസ് ഉണ്ട്. അതൊരു കാര്യം. അത് ചോദിച്ച വളരെ റൈറ്റ് ക്വസ്റ്റ്യനാണ്, മീൻസ് ക്വയറിയാണ്. ഇത് ഒരു കൊച്ച് ഇൻഫൻ്റ് കഴിഞ്ഞ് ഒരു 3 ഇയർ ആകുമ്പം ഈ ബോട്ടിൽ എന്തിനാണ്? കൊച്ചിന് ഉറങ്ങാൻ വേണ്ടിയിട്ടാണ്. വൺസ് ഉറങ്ങുമ്പം പിന്നെ അത് ഉറക്കം തെളിയുന്നവരെ സക്ക് ചെയ്യത്തില്ല. കൊച്ചുങ്ങൾക്ക് ബോട്ടിൽ കൊടുത്തിട്ട് അത് സൈഡിൽ കിടക്കുന്നുണ്ടില്ലേ കട്ടിലിൻ്റെ. പക്ഷെ ഒരു ഇൻഫൻറ്റിനാണെങ്കിൽ അത് വായി തന്നെ ഇരിക്കും. അപ്പോൾ ഒരു 2 വയസ്സ് അല്ലെങ്കിൽ 1.5 വയസ്സുമുള്ള ഒരു കൊച്ച് ഉറങ്ങാൻ വേണ്ടി ഒരു സ്റ്റിമുലൻ്റ് ആണ് ബോട്ടിൽ. വൺസ് ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് രാവിലെ വരെ അത് സക്ക് ചെയ്യല. പിന്നെ അത് ഉറക്കം തെളിഞ്ഞു കഴിഞ്ഞാലാണ്. അപ്പോൾ ബോട്ടിലല്ലേ, അപ്പോൾ നമ്മൾ പേരൻസ് മാറ്റി വെക്കണം. ഇതാണ് അതിൻ്റെ. അല്ല, അതുകൊണ്ട് ഇത് ആസ്പിരേഷന് ചാൻസ് ഇല്ല. ആസ്പിരേഷൻ ചാൻസ് ഇൻഫൻറ്റിനാണ്. ഇൻഫൻറ്റിന് ഒരിക്കലും നമ്മൾ കൊടുക്കുക, അല്ലാതെ ഏതെങ്കിലും അപ്രൈറ്റ് പൊസിഷനിലോ അത്ര കെയർഫുള്ളായിട്ട് കൊടുക്കുക, കൊച്ച് ഉറങ്ങുക. അത് റൈറ്റ്. ഒരു ഇൻഫൻ്റ് ആയിരുന്ന ആസ്പിരേഷൻ. ഇപ്പോൾ ബിജിനി ചോദിച്ചു ഇവിടെ ഒരു ഇൻഫൻ്റ് എന്നായിരുന്നെങ്കിൽ എന്നായിരുന്നു അറിയാം ഇതിൻ്റെ ഓപ്ഷൻ വരുന്നത്? ഇതിൻ്റെ അകത്ത് ആസ്പിരേഷനാണ് ഫസ്റ്റ് വരുന്നത്. ഇത് ടോളർ അല്ലേ? ടോളറിന് ആസ്പിരേഷൻ അല്ല. ഇത് അവരുടെ ഹാബിറ്റാണ്, ഇതവരുടെ ബിഹേവിയർ ഹാബിറ്റിൻ്റെ അകത്ത് വരുന്നതാണ്. അതുകൊണ്ടാണ്. ഇനി ഇതിനെക്കുറിച്ച് അത് മനസ്സിലായോ? ഇനി ഇതിനെക്കുറിച്ച് വല്ല ക്വസ്റ്റ്യൻസും ഇതിൻ്റെ അകത്തുണ്ട്. നിങ്ങൾ ക്വസ്റ്റ്യൻ ക്ലിയർ ചെയ്ത് പോണേ. അപ്പോൾ ആദ്യം മുതലേ നമ്മുടെ ഡൗട്ട് ക്ലിയർ ചെയ്ത് പോയാൽ നിങ്ങൾക്കൊരു കുറേ ക്വസ്റ്റ്യൻസ് ആകുമ്പോൾ നിങ്ങൾ ഈസി ആയിട്ട് ഇത് ഗ്രാസ്പ് ചെയ്യും. ലോയലേക്ക് കമ്പയറബിൾ ഓപ്ഷൻസ് എന്നാന്ന് മനസ്സിലായോ? അതായത് എൻ്റെ റിസൾട്ട് സെയിം ആയിരിക്കണം. രണ്ടിൻ്റെയും റിസൾട്ട് വരുമ്പോൾ പേഷ്യന് ഒന്നുകിൽ കിട്ടും, അല്ലെ പേഷ്യന് കിട്ടില്ല. അപ്പോൾ ആ ഒരു ഇത് വരുന്നതാണ്. അപ്പോൾ 2-3 ഇത് കൂട്ടർ ഓപ്ഷൻസ് നമ്മൾ കാണുമ്പോൾ മനസ്സിലാവും. ഇതിൻ്റെ അകത്ത് ആകെ നമുക്ക് ഇതിനകത്തൊന്ന് കമ്പയറബിൾ ഓപ്ഷനേ ഉള്ളൂ. പിന്നെ നമ്മൾ അതിൻ്റെ ഹിസ്റ്ററി അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്തത് കാണാം. ഒരു 2 ക്വസ്റ്റ്യൻ കൂടെ കാണാം. നെക്സ്റ്റ്, ദ നേഴ്സ് ഇൻ എ ഹെൽത്ത് കെയർ ക്ലിനിക് ഈസ് ഇൻസ്ട്രക്റ്റിംഗ് എ പ്രഗ്നൻറ്റ് ക്ലയൻറ്റ് ഹൗ ടു പെർഫോം കിക്ക് കൗണ്ട്സ്. Which statement by the client indicates a need for further instruction? ഇപ്പം നമ്മൾ ഇത് വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അതായത് ദ നേഴ്സ് ഇൻ എ ഹെൽത്ത് കെയർ ക്ലിനിക് ഈസ് ഇൻസ്ട്രക്റ്റിംഗ് എ പ്രഗ്നൻറ്റ് ക്ലയൻറ്റ് ഹൗ ടു പെർഫോം കിക്ക് കൗണ്ട്. ഇതെന്താണ്? ഈവൻ്റ് ആണ് കേട്ടോ. ഇത് ഈവൻ്റ്. ഇപ്പം നിങ്ങൾക്ക് ഈവൻ്റ് മനസ്സിലായില്ലേ? ഓക്കെ. അപ്പോൾ ഈവൻ്റ് ഇവിടം വരെയാണ്. ഒരു പേഷ്യൻറ്റിനോട് പറയുവാണ് കിക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ അല്ലേ, OBG ആണേ. വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ബൈ ദ ക്ലയൻറ്റ് ഇൻഡിക്കേറ്റ് എ നീഡ് ഫോർ ഫർദർ ഇൻസ്ട്രക്ഷൻ. അപ്പം ഈ കാണുന്ന ഓപ്ഷൻസിൽ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് ക്ലയൻറ്റ് പറഞ്ഞാൽ ക്ലയൻറ്റിന് ഫർദർ ഇൻസ്ട്രക്ഷൻ വേണം. ദാറ്റ് മീൻസ് ക്ലയൻറ്റിന് ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് അതിനർത്ഥം. അപ്പോൾ ഈ ക്വസ്റ്റ്യന് പറയുന്ന പേരെന്താണ്? നെഗറ്റീവ് ക്വസ്റ്റ്യൻ. നമ്മൾ ഈ നെഗറ്റീവ് ഈവൻറ്റ് ക്വയറിയാണ്. വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ബൈ ദ ക്ലയൻറ്റ് ഇൻഡിക്കേറ്റ്, ഇത് ഈവൻറ്റ് ക്വയറി ഇവിടം മുതൽ ഇവിടം വരെ, ഇൻഡിക്കേറ്റ് നീഡ് ഫോർ ഫർദർ ഇൻസ്ട്രക്ഷൻ. ഇതിന് പറയുന്ന പേരാണ് സ്ട്രാറ്റജിക് വേർഡ്. നീഡ് ഫോർ ഫർദർ ഇൻസ്ട്രക്ഷൻ. ദാറ്റ് മീൻസ് ഇതൊരു നെഗറ്റീവ് ക്വസ്റ്റ്യനാണ്, നെഗറ്റീവ് ഈവൻറ്റ് ക്വയറിയാണ്. അപ്പോൾ ഞാൻ നെഗറ്റീവ് ഈവൻറ്റ് ക്വയറി എന്ന് ഞാൻ പറയാൻ കാരണം ഇതിൻ്റെ അകത്തുള്ള 4 സ്റ്റേറ്റ്മെൻറ്റിൽ 3 സ്റ്റേറ്റ്മെൻറ്റ് റൈറ്റ് ആയിരിക്കും. ഇതിൻ്റെ അകത്തുള്ള 4 സ്റ്റേറ്റ്മെൻറ്റിൽ 3 സ്റ്റേറ്റ്മെൻറ്റ് റൈറ്റും 1 സ്റ്റേറ്റ്മെൻറ്റ് റോങ്ങുമാണ്. അതായത് ഇൻകറക്റ്റുമാണ്. ആ ഇൻകറക്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ പേഷ്യൻ്റ് പറയുവാണെങ്കിൽ അതിനർത്ഥം പേഷ്യൻറ്റിന് ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ല എന്നുള്ളതാണ്. അപ്പോഴാണ് നമ്മൾ വീണ്ടും അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇതിനെയാണ് നീഡ് ഫോർ ഫർദർ മീൻസ് അഗെയിൻ വി നീഡ് ടു ഡു. അതാണ് നെഗറ്റീവ് ഈവൻറ്റ് ക്വയറി. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ്റെ അകത്ത് ഐ വിൽ റെക്കോർഡ് ദ നമ്പർ ഓഫ് മൂവ്മെൻറ്റ് ഓർ കിക്സ്. അതാണ് ഫസ്റ്റ് ഓപ്ഷൻ. ഞാനിതെല്ലാം നമ്പർ എടുത്തോളാം.
ഐ നീഡ് ടു ലൈ ഫ്ലാറ്റ് ഓൺ മൈ ബാക്ക് ടു പെർഫോം ദ പ്രൊസീജിയർ. അതായത് ഞാൻ സുപ്പൈൻ പൊസിഷനിൽ കിടന്നിട്ട് വേണം അത് ചെക്ക് ചെയ്യാനായിട്ട്. അതാണ് അടുത്ത ഓപ്ഷൻസ്. അടുത്തത്, ഇഫ് ഐ കൗണ്ട് ഫ്യൂവർ ദാൻ 10 kicks in a 2-hour period, it could be because my baby is sleeping. അതായത് ഞാൻ 10 കിക്ക് 2 മണിക്കൂറിനുള്ളിൽ ഉണ്ടെങ്കിൽ കാരണം ചിലപ്പോൾ കൊച്ച് ഉറങ്ങുമായിരിക്കാം. ഐ നീഡ് ടു പ്ലേസ് മൈ ഹാൻഡ് ഓൺ ദ ലാർജസ്റ്റ് പാർട്ട് ഓഫ് മൈ അബ്ഡോമൻ ആൻഡ് കോൺസെൻട്രേറ്റ് ഓൺ ദ ഫീറ്റൽ മൂവ്മെൻറ്റ് ടു കൗണ്ട് ദ കിക്സ്. അതായത് ലാർജസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ ഫണ്ടസ് ആണ്. അവിടെ വെച്ചിട്ട് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യണം ഫീറ്റൽ മൂവ്മെൻറ്റ്, അല്ലെ ബേബി കിക്ക് ചെയ്യുന്നുണ്ടോ എന്ന്. ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞു, ഇതിൻ്റെ അകത്ത് 3 ഓപ്ഷൻസ് ഈ കിക്ക് കൗണ്ട് സെലക്ട് ചെയ്യുന്നതിന് അല്ലെങ്കിൽ കൗണ്ട് ചെയ്യുന്നതിനെ കുറിച്ച് റൈറ്റ് ഓപ്ഷൻസ് ആയിരിക്കും. ഇപ്പം നമ്മൾ അതിൽ നിന്ന് റൈറ്റ് അല്ലാത്തൊരു ഓപ്ഷൻ പേഷ്യൻ്റ് പറഞ്ഞാലാണ്. അപ്പം നിങ്ങൾ നോക്കിയേ, റൈറ്റ് അല്ലാത്തൊരു ഓപ്ഷൻസ് ഇതിൻ്റെ അകത്ത് നമുക്ക് ഓപ്ഷൻസ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് പറയുന്നത്, ഐ വിൽ റെക്കോർഡ് ദ നമ്പർ ഓഫ് മൂവ്മെൻറ്റ് ഓർ കിക്ക്. അതായത് പിന്നെ I need to lie flat on my back. If I count fewer than 10 kicks in 2 hours period, it could be because of my baby is sleeping. I need to place my hand on the largest part. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ അതിനെക്കുറിച്ച് അറിഞ്ഞിരുന്നിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് ഏതാണ് ഇതിൻ്റെ അകത്ത് തോന്നി കിക്ക് കൗണ്ട് പഠിച്ചിട്ടുണ്ടെങ്കിലേ അപ്പം നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതിൻ്റെ അകത്ത് കിക്ക് കൗണ്ട് റെക്കോർഡ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ ഐ വിൽ റെക്കോർഡ് ദ നമ്പർ ഓഫ് മൂവ്മെൻറ്റ് ഓർ കിക്സ് എന്ന് പറയുമ്പോൾ അത് റൈറ്റ് ആൻസർ ആയിട്ട് വരും. നമുക്ക് ഇതിൻ്റെ അകത്ത് റൈറ്റ് ആൻസർ ആവശ്യമില്ലല്ലോ. അപ്പോൾ നമ്മൾ അത് കളയും. അല്ല പേഷ്യൻ്റ് പറയുവാണ് ഞാനിത് റെക്കോർഡ് ചെയ്തോളാം എന്ന് പറഞ്ഞാൽ അത് പേഷ്യൻ്റ് അതിനെക്കുറിച്ച് അറിയാം. അപ്പം നമുക്ക് ഫർദർ ഇൻസ്ട്രക്ഷൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇത് നമ്മൾ എലിമിനേറ്റ് ചെയ്യണം. അടുത്തത്, ഇഫ് ഐ കുഡ് കൗണ്ട് ഫ്യൂവർ ദാൻ 10 kicks in 2-hour period, it could be because of my baby is sleeping. അതായത് ബേബി സ്ലീപ്പ്, അത് നമ്മൾ ഇതിനെക്കുറിച്ച് അറിയുവാണ് ആ മാറ്ററിനെ കുറിച്ച്. അതായത് ബേബി മീൻസ് എന്തെങ്കിലും സർവൈവൽ ഇഷ്യൂ ഉണ്ടെങ്കിൽ കൊച്ച് ഒരിക്കലും കിക്ക് ചെയ്യില്ല. അപ്പോൾ 10 കിക്സ് താഴെയാണ്, ബേബിയുടെ മൂവ്മെൻറ്റ് കുറവാണ്, അതായത് ഉറങ്ങുവാണ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് റൈറ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഇത് പേഷ്യൻ്റ് പറഞ്ഞാൽ ഇതും റോങ് ആൻസറാണ്. സ്റ്റേറ്റ്മെൻറ്റ് റൈറ്റും ആൻസർ റോങ്ങുമാണ്. I need to place my hand on the largest part of my abdomen and concentrate on the fetal movement. അതായത് അതും അങ്ങനെ തന്നെയാണ്, കോൺസെൻട്രേറ്റ് ചെയ്യുക, എന്നാലാണ് നമുക്കത് കൗണ്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പം ഇതും റോങ് ആൻസറാണ് ഇത് സെലക്ട് ചെയ്ത. ഇനി നിങ്ങൾ ഇത് നോക്കിക്കേ, ഐ നീഡ് ടു ലൈ ഫ്ലാറ്റ് ഓൺ മൈ ബാക്ക് ടു പെർഫോം ദ പ്രൊസീജിയർ. അതായത് ഞാൻ ഫ്ലാറ്റ് ഓൺ മൈ എന്ന് പറഞ്ഞ സുപ്പൈൻ പൊസിഷനാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് അറിഞ്ഞിരിക്കേണ്ടത് കിക്ക് കൗണ്ടൊക്കെ ചെയ്യണമെങ്കിൽ ഒരു 26 വീക്സ് 30 വീക്സ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ്. അതായത് 36 വീക്സ് ആ സമയത്തൊക്കെയാണ് നന്നായിട്ട് കിട്ടുന്നത്. ആ സമയത്ത് എന്താണ് പറ്റുന്നത്, പേഷ്യൻറ്റിന് ഫ്ലാറ്റ് അതായത് സുപ്പൈൻ പൊസിഷൻ റെക്കമെൻഡഡ് അല്ല. സുപ്പൈൻ പൊസിഷനിൽ കിടന്ന എന്താണ് സുപ്പൈൻ ഹൈപ്പോടെൻഷൻ നിങ്ങൾ കേട്ടില്ലേ, സുപ്പൈൻ ഹൈപ്പോടെൻഷൻ. അതായത് ലാർജ് യൂട്രസും അബ്ഡോമനും ഇൻഫീരിയർ വീനെ കാവേനെ കംപ്രസ് ചെയ്യുമ്പോൾ ഹൈപ്പോടെൻഷൻ വരും. അതാണ് സുപ്പൈൻ ഹൈപ്പോടെൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സുപ്പൈൻ ഹൈപ്പോടെൻഷൻ വരാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ഒരു പ്രഗ്നൻറ്റ് ലേഡി 24 വീക്സ് കഴിഞ്ഞാൽ ഫ്ലാറ്റ് പൊസിഷൻ അതായത് സുപ്പൈൻ പൊസിഷൻ റെക്കമെൻഡഡ് അല്ലാത്തത് കൊണ്ട് ആ പൊസിഷനിൽ പോയി കിടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത് വീണ്ടും ഇൻസ്ട്രക്ഷൻ കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ ഇതാണ്. അപ്പോൾ ആദ്യം നമ്മളിതെല്ലാം എലിമിനേറ്റ് ചെയ്തു, കാരണം ഇതെല്ലാം റൈറ്റാണ്. ഇതിൻ്റെ അകത്ത് വേറെ ഒരു കാര്യം ഫോക്കസ് ചെയ്യാനില്ല. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് വരും.